യേശുവിൽ പ്രിയമുള്ളവരെയും എളിമയെന്ന ആ പുണ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. മാന്തുവായിലെ ഗവർണർ സ്ഥാനത്തേക്ക് വളർന്നു വരേണ്ട പ്രഭുകുമാരനാണ് അലോഷ്യസ് ഗൊൺസാഗോ. അലോഷ്യസ് വൈദികനാകാൻ ആഗ്രഹിച്ച് സന്യാസ സഭയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ സെമിനാരിയിൽ അദ്ദേഹം പാചകക്കാരനെ സഹായിക്കേണ്ട ജോലിയാണ് ചെയ്തിരുന്നത്. വരാന്ത വൃത്തിയാക്കുക, നിലം തുടയ്ക്കുക, വിളക്കുകളുടെ പൊടി തട്ടിക്കളയുക, അങ്ങനെ ഏറ്റവും നിസ്സാരമെന്ന ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാചകക്കാരൻ പലപ്പോഴും ഈ അലോഷ്യസിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയൊരു പ്രഭുകുമാരൻ ഗവർണറാകേണ്ടവനാണ്, ഇപ്പോൾ കണ്ടില്ലേ അടുക്കളയിലെ പൊടിയും അഴുക്കിലും കിടന്ന് പണിയെടുക്കേണ്ട ഒരു ഗതികേട്, ഓരോന്നും പറഞ്ഞ് ഈ മനുഷ്യൻ ഈ അലോഷ്യസിനെ സദാസമയവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അലോഷ്യസ് അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ അലോഷ്യസ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുവാൻ ദൈവം ചേട്ടനെ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും സംഭവിക്കില്ല. ദൈവം അനുവദിച്ചതെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പരിഭവിക്കണം? അപ്പോൾ ഈ വിശുദ്ധൻ ഇങ്ങനെയാണ് കരുതിയത്, വിശ്വസിച്ചത്. ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സഹോദരൻ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ദൈവം അനുവദിച്ചത്. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്ഷമയെ അദ്ദേഹത്തെ ഇങ്ങനെ ശപിക്കുന്നുണ്ട്, കൂടെ അടുത്ത് നടന്ന്. അപ്പോൾ ഈ ശാപവാക്കുകൾ കേട്ട് കൂടെയുള്ളവർ ക്ഷമയെ കൊല്ലാൻ വരെ ആഗ്രഹിച്ചു പോയപ്പോഴും ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി തന്നെ ഇങ്ങനെ പരിഹസിക്കുന്നതെന്ന് ദാവീദ് തിരിച്ചറിയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഒരുപാട് വേദനിക്കുന്നവരാണ് അവരുടെ ചില സംസാരങ്ങളൊക്കെ. ഈ അലോഷ്യസ് വലിയൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ ഇപ്രകാരം മന്ത്രിച്ചിരുന്നു: ഇപ്പോൾ നീ നമ്മുടെ ശിരസ്കനായി അനുസരിക്കുക. പറഞ്ഞതാരെന്നോ ആജ്ഞാപിച്ചതാരെന്നോ നോക്കണ്ട. നിന്റെ മേലാളോ കീഴുള്ളവനോ സമനോ നിന്നോട് ആവശ്യപ്പെടുന്ന എന്തും സൗമനസ്സത്തോടെ നിർവഹിക്കുക. ക്രിസ്തു നിന്റെ കൂടെയുള്ളപ്പോൾ നീ സമ്പന്നനാണ്. അവിടുന്ന് മാത്രം നിനക്ക് മതിയാവും. അവിടുന്ന് നിനക്ക് വേണ്ടതൊക്കെ തരും. എല്ലാറ്റിലും നിനക്ക് വിശ്വസ്തനായ കാര്യസ്ഥനുമായിരിക്കും. മനുഷ്യരിൽ നിനക്ക് ആശ്രയിക്കേണ്ടി വരികയില്ല. ഈ വിശുദ്ധനായ അലോഷ്യസ് ഗൊൺസാഗയുടെ ഉള്ളിൽ ഈശോ മന്ത്രിച്ച വാക്കുകളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ എളിമ എന്ന പുണ്യം വളരാൻ, ക്രിസ്തീയ പുണ്യം വളരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മെ നിന്ദിക്കുന്നവരോട് ആദ്യം നമുക്ക് തോന്നുന്ന വെറുപ്പ് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അത് തള്ളിക്കളയുക എന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ആ വ്യക്തിയോട്, ആ സംഭവത്തിന്. പിന്നെ അവരോട് കരുണ കാണിക്കണം. നമുക്ക് കഴിയാവുന്ന നന്മ ചെയ്യുക. പിന്നെയോ അവർക്ക് എന്തുമാത്രം നന്മ ചെയ്യാൻ സാധിക്കുന്നു അത്രമാത്രം നന്മ ചെയ്ത് ആ ദ്രോഹത്തിന് പകരം നമ്മൾ നന്മയിലൂടെ അവരെ സമ്പന്നരാക്കുക. ഇപ്രകാരമാണ് സത്യത്തിൽ എളിമ നമ്മൾ അഭ്യസിക്കേണ്ടത്. നമുക്കതിന് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യം ഞങ്ങൾ വളർന്നു വരുവാൻ, ഈശോയെ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കും യഹോവേ, ഈ ലോക ജീവിത കാലം മുഴുവൻ ഞാൻ നിന്നിൽ ആശ്രയിക്കും യഹോവേ, ഈ ലോക ജീവിതകാലം മുഴുവൻ തിരുനാമം സ്തുതിച്ചു പാടും കർത്താവേ, സ്വന്തോക
ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നിൽ ആശ്രയിക്കും യഹോവേ. ഈ ലോക ജീവിതകാലം മുഴുവൻ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.